എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. KSRTC വിദ്യാർത്ഥി കൺസെഷന് വേണ്ടി ഇനി മുതൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടുന്നത്. നേരത്തെ വെബ്സൈറ്റ് വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ അപേക്ഷിക്കാമെന്നാണ്. തൊഴിൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം ഏതാണ് നല്ലത്, വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണോ അതോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണോ എളുപ്പം എന്നും നമ്മൾ അവസാനം നോക്കുന്നുണ്ട്. ഇതിനായി മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം KSRTC കൺസെഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമുക്കിവിടെ ലഭിക്കും. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇത് ലഭ്യമാണെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. ലിങ്ക് കൊടുത്തിരിക്കാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. പെർമിഷൻസൊക്കെ അലോ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. ഇല്ലാത്തവർക്ക് താഴെ രജിസ്റ്റർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ സ്കൂൾ ആണോ കോളേജ് ആണോ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നതുണ്ട്. ഞാനിവിടെ സ്കൂൾ തിരഞ്ഞെടുക്കുകയാണ്. കോളേജ് തിരഞ്ഞെടുക്കേണ്ടുന്നവർക്ക് വെബ്സൈറ്റ് വഴി ചെയ്യുന്ന വീഡിയോയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. രണ്ടിനും ഏതാണ്ട് പ്രോസസ്സുകൾ ഒരുപോലെ തന്നെയാണ്. അതിനുശേഷം തൊട്ട് താഴെ ഫോട്ടോ ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 500 KB താഴെയുള്ള JPG സൈസിലുള്ള മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കൂൾ ID കാർഡും ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. വിദ്യാർത്ഥിയുടെ ഫോട്ടോയോ ഐഡൻറ്റി കാർഡുമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കുക. ID കാർഡിലും ആധാറിലും ഒക്കെ ഉള്ള പേര് അതേപോലെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ഓട്ടോമാറ്റിക് അവിടെ വരുന്ന ഫെച്ച് ചെയ്ത് വരും. അതുപോലെ ജെൻഡർ, അതിനുശേഷം ഗാർഡിയൻ്റെ പേര്, സ്കൂൾ റെക്കോർഡിലൊക്കെയുള്ള ഗാർഡിയൻ്റെ പേര് അവിടെ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കണം. ഇമെയിൽ IDയും കമ്പൽസറിയാണ്, അതും കൊടുക്കണം. അതുപോലെ തന്നെ ITI, പോളിടെക്നിക് തുടങ്ങിയവയിൽ പഠിക്കുന്നവർക്ക് കോളേജ് കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ അന്വേഷിച്ച് കൺഫേം ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു യൂസർ നെയിം കൊടുക്കേണ്ടതുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടുന്നത്. ഇമെയിൽ ID തന്നെ യൂസർ നെയിമായിട്ടും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ABCD@123 A എന്നുള്ള അക്ഷരം അതിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് 2 പ്രാവശ്യം കൊടുക്കണം. അതിനുശേഷം പോസ്റ്റൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടുന്നത്. പോസ്റ്റൽ നെയിം എന്നുള്ളിടത്ത് വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിൻ്റെയോ പേര് കൊടുക്കാവുന്നതാണ്. പിൻകോഡും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ്, വീട് സ്ഥിതി ചെയ്യുന്ന ജില്ല അവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ആധാർ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. വിദ്യാർത്ഥിയുടെ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം വിദ്യാർത്ഥിയുടെ തന്നെ ആധാറിൻ്റെ ഇരുപുറങ്ങളും ഒറ്റ പേജിലാക്കി ഇമേജ് സൈസ്, അതായത് മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 500 KB താഴെയാണ് ഫയൽ സൈസ്. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് സ്കൂൾ ഡീറ്റെയിൽസ് ആണ്. CBSE, ICSE, സ്റ്റേറ്റ്, അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക്, പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക്, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവർക്ക് സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. അനുയോജ്യമായ വ്യക്തി നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്യുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ക്ലാസ്സും ഡിവിഷനും റോൾ നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പരും കൊടുക്കേണ്ടുന്നതാണ്. 12ാം ക്ലാസ് വരെ ഉള്ളവർക്കാണ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള കോളേജ് ലെവലിലുള്ളവർക്ക് കോളേജ് രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടുന്നത്. PC ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. തുടർന്ന് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. APL, BPL, AAY അങ്ങനെ 3 കാറ്റഗറികളുണ്ട്. ഇതിൽ APL ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് രക്ഷകർത്താക്കൾ പേ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട്. S കൊടുക്കുന്നവർ പാൻ കാർഡും അതുപോലെ തന്നെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ അക്നോളജ്മെൻറ്റും കൂടി താഴെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റേഷൻ കാർഡ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. APL തിരഞ്ഞെടുത്ത ശേഷം ടാക്സ് ഇൻഫർമേഷൻ നോ കൊടുക്കുന്നവർക്കും അതേപോലെ തന്നെ BPL, AAY കാറ്റഗറിക്കാർക്കുമൊന്നും ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റോ പാൻ കാർഡോ ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റേഷൻ കാർഡിൻ്റെയും ഇരുപുറങ്ങളും ഫ്രണ്ട് പേജും അംഗങ്ങളുടെ പേര് വിവരങ്ങളുള്ള പേജും ഒറ്റ ഫയലാക്കി ഇമേജ് സൈസിൽ മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചൂസ് ഫയൽ ഉപയോഗിച്ച്. അതിനുശേഷം KSRTC ഡിപ്പോയാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടുന്നത്. നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ട്രാവൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫ്രമും ടൂവും കൊടുക്കണം. എവിടെ നിന്ന് കയറുന്നു, നിങ്ങളുടെ സ്കൂളിൽ ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴോട്ട് അവിടെ നിന്ന് വീണ്ടും പോകണമെങ്കിൽ അവിടെ വീണ്ടും പ്രസ് ചെയ്ത് അവിടെ രേഖപ്പെടുത്താം. മൈനസിൽ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആവുന്നതുമാണ്. അതിനുശേഷം എത്ര മാസത്തേക്കാണ് സ്റ്റുഡൻറ്റ് പാസ് വേണ്ടുന്നത്, 1 മാസം കൊണ്ട്, 1 മന്തും 3 മന്തും കൊണ്ട്, ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് കൊടുക്കണം. അതിനുശേഷം റിമാർക്ക് അവിടെ കൊടുത്തെങ്കിൽ
എങ്കിലേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകൂ. സ്റ്റുഡൻറ്റ് പാസ് എന്നോ മറ്റോ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് സ്കൂൾ ലെവൽ, ഹൈസ്കൂൾ ലെവലാണോ ഹയർ സെക്കൻഡറി ലെവലാണോ ഏതാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. 500 KB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയലുകൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പാൻ കാർഡും ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റും ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് അത് മാത്രം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കൊടുക്കേണ്ടുന്നത് ഒരു ഡിക്ലറേഷനാണ്. ബാക്കിയുള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യുന്നില്ല, രക്ഷകർത്താക്കൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നില്ല എന്നുള്ള ഡിക്ലറേഷനാണ് കൊടുക്കേണ്ടുന്നത്. വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ അതെങ്ങനെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻകം ടാക്സ് ഇന്ന സാമ്പത്തിക വർഷത്തിൽ പേ ചെയ്യുന്നില്ല എന്നവിടെ വർഷം രേഖപ്പെടുത്തി അത് ഇവിടേക്ക് ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ PDF-ലോ JPG-ലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇൻകം ടാക്സ് പേ ചെയ്യാത്തവർ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഹോം പേജിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, പ്രധാനമായിട്ടും കോളേജുകളിൽ പഠിക്കുന്നവർക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും റിലവൻ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിന് ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡോക്യുമെൻറ്റ് 1ഉം 2ഉം എന്നാണ് പറയുന്നത്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സ് ഉണ്ട്, കണ്ടീഷൻസ്, അവിടെ 2 ബോക്സിലും ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നൊരു മെസ്സേജ് വരുന്നതുമാണ്. തൊട്ട് താഴെ ഉള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഹോം പേജിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാവുന്നതാണ്. അതേസമയം രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ അടങ്ങിയ ഒരു SMS വരുന്നതുമാണ്. തിരിച്ച് നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ സ്ട്രക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു പോരായ്മ. തിരക്ക് കൂടുമ്പോൾ ഇതിങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, നേരെ വെബ്സൈറ്റിൽ വരിക. വെബ്സൈറ്റിൽ വന്നാൽ താഴെ ലോഗിൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൺസ്ട്രക്ഷൻ KSRTC എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ആപ്പിൽ ക്രിയേറ്റ് ചെയ്ത അതേ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണെന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെബ്സൈറ്റിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി സൗകര്യപ്രദം. വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താലും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്ന അതേ ഒരു ഇൻ്റർഫേസ് തന്നെ ലഭിക്കും. വെബ്സൈറ്റ് വഴി എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും KSRTC അധികൃതരും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മന്ത്രി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ അപ്രൂവ് ചെയ്ത ആപ്ലിക്കേഷനുകൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം മൊബൈലിൽ തന്നെ ഇതിൻ്റെ എല്ലാം SMS വരുന്നുണ്ടാകും. കാർഡ് ലഭിച്ച വിവരവും SMS ആയി ലഭിക്കും. അങ്ങനെ കാർഡ് ലഭിച്ച വിവരം SMS ആയി ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഡിപ്പോയിലെത്തി ID കാർഡുമായി എത്തി രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുത്ത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കാർഡ് കൈപ്പറ്റാവുന്നതാണ്. ഭാവിയിൽ ഇതൊക്കെ സ്മാർട്ട് കാർഡാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അധികം താമസിയാതെ തന്നെ സ്മാർട്ട് കാർഡാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ സ്മാർട്ട് കാർഡ് ആയിക്കഴിഞ്ഞാൽ കാർഡ് ബസ്സിൽ സ്വൈപ്പ് ചെയ്ത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ നേടാവുന്നതാണ്. നിലവിൽ കൺസ്ട്രക്ഷൻ കാർഡ് ഉള്ളവരും ഇങ്ങനെ തന്നെ ഓൺലൈനായി ചെയ്യണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ അപ്ലൈ ഫോർ ന്യൂ പാസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് പാസ് പുതുക്കുവാനും പുതിയ പാസിന് അപേക്ഷിക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും എങ്ങനെ വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. നേരത്തെ നിർദ്ദേശത്തിൽ സ്കൂളിൽ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ട് അടയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായി ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ കാണാവുന്നതാണ്. അതിൽ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.